وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചും നരകത്തെ ഭയപ്പെട്ടും ജീവിക്കുന്ന മുത്തഖികളിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സത്യവിശ്വാസിയായ ഏതൊരു മനുഷ്യന്റെയും മനസ്സിനെ ഏറ്റവുമേറെ ആഹ്ലാദപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന വിശുദ്ധമായ റമദാൻ മാസം ഒരു വിളിപ്പാടകലെ നമ്മെ കാത്തു നിൽക്കുകയാണ്. ആ റമദാൻ സമാഗതമാകുന്നതിന്റെ സന്തോഷവും ആ റമദാനിനെ സ്വീകരിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും ആവശ്യമായ തിരക്കിട്ട ശ്രമങ്ങളിലും പരിശ്രമങ്ങളിലും പ്രാർത്ഥനകളിലുമാണ് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളും. കോവിഡ് മഹാരോഗമുണ്ടാക്കിയ ആരോഗ്യ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പ്രതിസന്ധികളൊക്കെ എമ്പാടും അലട്ടുന്നുണ്ടെങ്കിലും ഒരു റമദാൻ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിനെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നുണ്ട്, ആഹ്ലാദിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയ ഉത്കണ്ഠ നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പുണ്യങ്ങളുടെ പൂക്കാലമായി വരുന്ന ഈ റമദാനിനെ അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരുമോ എന്ന ഒരു ഭയപ്പാട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. എങ്കിലും നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, ഈ വിശുദ്ധമായ മാസത്തിന്റെ എല്ലാ നന്മകളെയും സ്വായത്തമാക്കുവാനുള്ള ഈമാൻ, അതിനാവശ്യമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ആരോഗ്യവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം റമദാൻ മാസത്തിനെ ഇത്ര സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്നത്? നമ്മുടെ മുൻഗാമികളായ സലഫുസാലികളായ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ റമദാനിന് മുമ്പ് ദീർഘകാലം അള്ളാഹുവിനോട് അവർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ, ആ റമളാനിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ റബ്ബേ. ആ റമളാൻ മാസത്തിന്റെ ചന്ദ്രക്കല ഈ ഭൂമിയിൽ ഉദിക്കുന്ന സമയത്ത് അതിനെ സ്വീകരിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും ആയുസ്സോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും ഈമാനോടുകൂടിയും ഞങ്ങൾ ഈ ലോകത്തുണ്ടാകണമേ റബ്ബേ എന്നവർ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് തേടിയിരുന്നു. കാരണം ജീവിതത്തിൽ അല്ലാഹു തആല അവന്റെ സത്യവിശ്വാസികൾക്ക് നൽകുന്ന അനശ്വരമായ അല്ലെങ്കിൽ വിലമതിക്കാനാവാത്ത ഒരു സമ്മാനമാണ് ഒരു റമദാൻ മാസം ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു റമദാൻ മാസത്തിനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടിയിട്ട് ആ റമദാൻ മാസത്തിനെ ഉപയോഗപ്പെടുത്തി തന്റെ സ്വർഗം ഉറപ്പാക്കാൻ കഴിയാതെ പോയ ഒരു മനുഷ്യൻ, ആ സ്വർഗപ്രവേശനം ലഭ്യമാക്കാൻ കഴിയാതെ പോയ ഒരു മനുഷ്യൻ,
അവൻ ഈ ലോകത്തിലെ ഏറ്റവും ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു വലിയ വിളക്ക് കത്തുമ്പോൾ തന്നെ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുമോ എന്ന ഒരു ഭയപ്പാടും നമ്മുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് നമ്മൾ റമദാനിനെ ആഹ്ലാദത്തോടു കൂടി കാത്തു നിൽക്കുന്നു? അതിന്റെ മറുപടി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പേടിക്കുന്ന ഒരുപാട് വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. രോഗം, അപകടങ്ങൾ, പട്ടിണി, കടബാധ്യത, ഒറ്റപ്പെടൽ, ശത്രുക്കൾ, ഇതൊക്കെ ഈ ലോകത്ത് നമ്മൾ പേടിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ചില സംഗതികളാണ്. ഈ വസ്തുക്കളൊക്കെ നമ്മളെ ഭയപ്പെടുത്താനുള്ള കാരണം ഇതൊക്കെ നമുക്ക് പ്രയാസങ്ങളും വേദനകളും ഉണ്ടാക്കുന്ന സംഗതികളാണ്. രോഗത്തിന്റെ പ്രയാസം, രോഗത്തിന്റെ വേദന, പട്ടിണിയുടെ പ്രയാസം, പട്ടിണിയുടെ വേദന, ശത്രുക്കൾ ഉണ്ടാക്കുന്ന പ്രയാസം, അവരുണ്ടാക്കുന്ന വേദന, ഇതൊക്കെ നമുക്ക് പ്രയാസങ്ങളും വേദനകളും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് പേടിയാണ്. എന്നാൽ ഈ പ്രയാസങ്ങൾക്കും വേദനകൾക്കും ഒക്കെ പൊതുവായ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത വേറെ ഒന്നുമല്ല, ഈ പ്രയാസങ്ങളും വേദനകളും ഒക്കെ മരണത്തോടുകൂടി തീരുന്ന പ്രയാസങ്ങളാണ്, വേദനകളാണ്, ഭയപ്പാടുകളാണ്. നമ്മൾ രോഗത്തിനെ എത്ര പേടിച്ചാലും മരിച്ചു കഴിയുന്നതോടുകൂടി ആ പേടി മാറും. മുറിവിന്റെ എത്ര വലിയ വേദന ഉണ്ടായാലും മരണത്തോടുകൂടി ആ വേദന മാറും. രോഗത്തിന്റെ എത്ര കഠിനമായ വേദന ഉണ്ടായാലും മരണത്തോടുകൂടി ആ വേദന മാറും. ദാരിദ്ര്യത്തിന്റെ എത്ര കഠിനമായ വേദന ഉണ്ടായാലും ആ വിശപ്പിന്റെ വേദന മരണത്തോടുകൂടി മാറും. ഒറ്റപ്പെടലിന്റെ, അവഗണനയുടെ എത്ര വലിയ വേദന ഉണ്ടെങ്കിലും ആ വേദന മരണത്തോടുകൂടി തീരും. ഈ പറയപ്പെട്ട വേദനകളൊക്കെ, എത്ര പേർ ക്യാൻസർ രോഗത്തിന്റെ വേദന എത്ര കൊല്ലം അനുഭവിക്കേണ്ടി വരും? ഒരു 5-6 കൊല്ലം, ഏറിയ 10 കൊല്ലല്ലേ? അല്ലെങ്കിൽ ഏതൊരു വേദന അങ്ങനെയാണ്. അതിന് നിശ്ചിതമായ ഒരു കാലമുണ്ട്. ആ കാലമെത്തിയാൽ മരണത്തോടുകൂടി ആ രോഗം, ആ വേദന തീരും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തോടുകൂടി തുടങ്ങുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയുടെ പ്രത്യേകത, അത് മുഴുവനും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഈ ലോകത്ത് ഒരു വലിയ വേദന, സഹിക്കാൻ കഴിയാത്ത വേദന വന്നാലേ നമ്മൾ ബോധം കെട്ടുപോകും. പിന്നെ ആ വേദന നമ്മൾ അറിയണ്ട. മിക്ക വേദനകളും ശമിപ്പിക്കാൻ മരുന്നുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, സംവിധാനങ്ങളുണ്ട്, ആശ്വസിപ്പിക്കാൻ ആളുണ്ട്, സമാധാനിപ്പിക്കാൻ ആളുണ്ട്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ വേദന ഉണ്ടല്ലോ, അഥവാ മരണത്തോടുകൂടി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്ന വേദന, ആ വേദന എത്ര തീഷ്ണമായി അനുഭവിക്കേണ്ടി വന്നാലും നമ്മുടെ ബോധം പോകില്ല. ആ വേദന മുഴുവൻ അനുഭവിച്ചേ പറ്റും. 2, ആ വേദന ശമിപ്പിക്കുവാൻ ഒരു സംഹാരികളുമില്ല, സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ല. ആ വേദന മുഴുവനും അതിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം അനന്തമായ കാലം. എന്തിന്റെ വേദനയാണത്? ഈ ലോകത്ത് ഞാനും നിങ്ങളും ചെയ്ത തെറ്റുകളുടെ വേദനയാണിത്. നമ്മൾ ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും അല്ലാഹു തആല അവിടെ രേഖപ്പെടുത്തുന്നത് നമുക്കൊരു ശിക്ഷയാണ്. ഒരു തരി, ഒരു അണുത്വിന്റെ ഒരു ചെറിയ ഒരു തെറ്റ്, അത് കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോണ്ടലാവാം, അല്ലെങ്കിൽ ഒരു നയാ പൈസയാവാം. ഒരു അണുവിന്റെ അത്രയും തൂക്കമുള്ള ഒരു തെറ്റ് നിങ്ങൾ ചെയ്താൽ ആ തെറ്റിന്റെ ഫലം അള്ളാഹുവിന്റെ അടുക്കൽ കാണും. അതൊരു വേദനയായിട്ടാണ് അല്ലാഹു തആല അവിടെ രേഖപ്പെടുന്നത്. ഞാൻ ഒരാളെ അടിച്ചു, അതിശക്തമായി ഒരാളുടെ ചെകിട്ടത്തടിച്ചു, ഒരു കാരണമില്ലാതെ. അയാൾക്ക് എന്നെ തിരിച്ചുപദ്രവിക്കാൻ കഴിവില്ല. അയാൾ മുഖം പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നടന്നുപോയി. നമ്മുടെ ഭാഷാ പ്രയോഗപ്രകാരം നമ്മൾ എന്താ പറയേണ്ടത്? ഞാൻ അയാളെ ഉപദ്രവിച്ചു എന്നാണ്. എന്നാൽ ഇസ്ലാമിന്റെ സാങ്കേതിക പദപ്രയോഗ പ്രകാരം പറയേണ്ടത് ഞാൻ എന്നെ തന്നെ ഉപദ്രവിച്ചു എന്നാണ്. നിരപരാധിയായ ആ ആളെ ഞാൻ അടിച്ചപ്പോൾ ഞാൻ അയാളെ ഉപദ്രവിച്ചു എന്നതിനേക്കാളേറെ ഞാൻ എന്നെ തന്നെ ഉപദ്രവിച്ചു എന്നാ പറയേണ്ടത്. കാരണം ഞാൻ അയാളെ അടിച്ചതിന്റെ വേദന അതൊരു 10 മിനിറ്റ് കൊണ്ട് മാറും. അയാൾക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ വേദന മാറി അയാളെ പാട്ടിന് പോകും. എന്നാൽ ആ നിരപരാധിയായ മനുഷ്യനെ അകാരണമായി ഞാൻ അടിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു എനിക്ക് വേണ്ടി നിശ്ചയിച്ച ഒരു ശിക്ഷ ഉണ്ട്, ഒരു വേദന ഉണ്ട്. ആ ഞാൻ എന്റെ അടി കൊണ്ട വ്യക്തി അനുഭവിച്ച വേദനയേക്കാൾ 1000 മടങ്ങ് കഠിനമാണ് എനിക്ക് വേണ്ടി എന്റെ റബ്ബ് നിശ്ചയിച്ച വേദന.
അപ്പൊ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു തെറ്റും അത് ഉപദ്രവമാവാം, സാമ്പത്തികമായ വേണ്ടാത്തരങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഇടപാടുകളിലെ വേണ്ടാത്തരങ്ങളാവാം, ബന്ധങ്ങളിലെ വേണ്ടാത്തരങ്ങളാവാം, കാഴ്ചയിലെ കേൾവിയിലെ ഏതാവാം. നമ്മൾ ചെയ്യുന്ന ഏതൊരു തെറ്റിനും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ശിക്ഷ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തും. ആ ശിക്ഷയുടെ വേദനയാവട്ടെ നമ്മുടെ മരണത്തോടു കൂടി, മരണത്തിന്റെ 1-ാമത്തെ സെക്കൻഡോട് കൂടി നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. മരിക്കുന്ന സമയത്ത് അനുഭവിക്കണം, മരിച്ചു കഴിഞ്ഞ് ഖബറിലെത്തിയാൽ അനുഭവിക്കണം, ആ ബർസഖി ജീവിതത്തിന്റെ ദീർഘകാലം അനുഭവിക്കണം, അവിടെ നിന്ന് പരലോകത്തേക്കുള്ള യാത്രയിൽ അനുഭവിക്കണം, ആ പരലോകത്തുള്ള നീണ്ട കാത്തിരിപ്പിൽ അനുഭവിക്കണം. അതിനുശേഷം ഏറ്റവും ശിക്ഷകളുടെ സമ്പൂർണ്ണ രൂപമായ നരകത്തിന്റെ തീജ്വാലകളിൽ ബാക്കി നമ്മൾ അനുഭവിക്കണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മൾ പേടിക്കേണ്ട, ഏറ്റവുമേറെ പേടിക്കേണ്ട ദുരന്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളാണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണ്. അതാണ് ഈ ലോകത്ത് നമ്മളെ ഏറ്റവുമേറെ ഭയപ്പെടുത്തേണ്ടതും അസ്വസ്ഥമാക്കേണ്ടതുമായ കാര്യം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ടിണിയുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, ശത്രുക്കളുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ ഓരോ പകലുകളിലും രാത്രികളിലും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങൾക്കറിയോ? അള്ളാഹുവെ കടം വീട്ടണം. റസൂലുള്ളാഹിക്ക് കണ്ടമാനം കടണ്ടായിരുന്നു. പ്രവാചകന്റെ വീട്ടില് കഞ്ഞി വെക്കാൻ വകയില്ലാഞ്ഞിട്ട് തന്റെ പണയം വെച്ചിട്ട് അതുകൊണ്ട് കിട്ടിയ ഗോതമ്പ് കൊണ്ടാണ് ഹബീബിന്റെ വീട്ടിലെ തീ പുകഞ്ഞത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ? ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആകപ്പാടെ കുനിഞ്ഞു പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി വയറ്റത്ത് കല്ലിന്റെ ചീളുകൾ വെച്ച് കെട്ടിയ കഥകൾ നമ്മൾ വായിച്ചിട്ടില്ലേ? ഉണ്ട്. പട്ടിണി ഉണ്ടായിരുന്നു, രോഗമുണ്ടായിരുന്നു, ബോധം കെട്ട് വീണ രോഗമുണ്ടായിരുന്നു, ശത്രുക്കളുടെ നിരന്തരമായ അവഗണനകളും അക്രമങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസത്തിലും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് തേടിയത് പ്രവാചകന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യണം കേട്ടോ, നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യണം കേട്ടോ, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കുവാൻ റബ്ബിനോട് നിങ്ങൾ തൗബ ചെയ്യണം കേട്ടോ. ഇന്നി അതൂബു ഫിൽ യൗമി അക്സറു മിൻ മിയതി മറ, ഇന്നി അതൂബു ഫിൽ യൗമി, ഞാൻ ആര്? അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? ഒരു തെറ്റ് പോലും ആ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ചെറുതോ വലുതോ ആയ ഒരു തെറ്റ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. സത്യമായിട്ടും സംഭവിച്ചിട്ടില്ല. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇന്നി അതൂബു ഫിൽ യൗമി, ഞാൻ ഓരോ ദിവസവും അള്ളാഹുവിനോട് തൗബ ചെയ്യാറുണ്ട്. അക്സറു മിൻ മിയതി മറ, 100-ലേറെ പ്രാവശ്യം. അരമണിക്കൂറിന്റെ ഇടക്ക് തൗബ ചെയ്താലേ 48 തൗബ ഉണ്ടാവുള്ളൂ. ഓരോ അരമണിക്കൂറിലും തൗബ ചെയ്താലേ 48 തൗബയാവുള്ളൂ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 100-ലേറെ വട്ടം അല്ലാഹുവേ എന്തെങ്കിലും സംഭവിച്ചു പോവുകയാണെങ്കിൽ നാഥാ പൊറുത്തു മാപ്പാക്കണേ എന്ന് സംഭവിച്ചിട്ടില്ല. സംഭവിക്കുന്നുവെങ്കിൽ പൊറുക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് 100-ലേറെ പ്രാവശ്യം തേടിയത് എന്താ? നിങ്ങൾ ഓരോ തെറ്റും അതിഭയങ്കരമായ, അതിഭീകരമായ, അതിരൂക്ഷമായ ശിക്ഷയിലേക്ക്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, നരകത്തിലുള്ള ആളുകൾക്ക് അവരുടെ തെറ്റിന്റെ കാഠിന്യമനുസരിച്ച് അവരുടെ ശിക്ഷ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. തെറ്റിന്റെ കാഠിന്യമനുസരിച്ച് ആ ശിക്ഷയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. നരകത്തിലെ ഏറ്റവും ലളിതമായ ശിക്ഷ, ഏറ്റവും ചെറിയ തെറ്റ് ചെയ്ത് നരകത്തിൽ എത്തുന്ന വ്യക്തിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് അവന്റെ കാലിൽ ധരിപ്പിക്കുന്ന, ആ ചെരുപ്പിന്റെ ചൂട് കൊണ്ട് അവന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തെ മാംസം മുഴുവനും വെന്ത് ആ ചൂട് കൊണ്ട് അവന്റെ തലച്ചോറ് തളച്ച് പുറത്തേക്ക് ആവി വരുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നമ്മളിവിടെ എത്ര ചൂടുള്ള ഒരു തീക്കട്ടമ്മ കേറി നിൽക്കുന്നത് ആലോചിച്ചോക്കാണി. ആ കേറി നിന്നാൽ നമ്മുടെ കാലിന്റെ അടിഭാഗം പൊള്ളുമെന്നല്ലാതെ നമ്മുടെ ശരീരം വെന്ത് തലച്ചോറ് തളക്കാനുള്ള ചൂടൊന്നും ഇവിടെ ഒരു തീയിനും ഇല്ല. എന്നാൽ നരകത്തിൽ ലഭിക്കുന്ന ഏറ്റവും ചെറിയ,
ഏറ്റവും ചെറിയ, ഏറ്റവും നിസ്സാരമായ തെറ്റിന് റബ്ബ് നൽകുന്ന ശിക്ഷ അതാണ്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഗുരുതരമെന്നും വളരെ വലുതെന്നും അല്ലാഹു തആല 1000 വട്ടം താക്കീത് ചെയ്ത തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും കടന്നു പോകുമ്പോൾ ആ തെറ്റുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഭീകരമായ ശിക്ഷയുടെ കാഠിന്യം, അതിന്റെ വേദന, അതിന്റെ പ്രയാസം, അത് സങ്കല്പിക്കുവാനോ ആലോചിക്കുവാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി നിന്റെ വീട്ടിൽ വെക്കാൻ അരി ഉണ്ടാവൂലേ എന്നുള്ളതല്ല, നാളെ എന്റെ രോഗമായ ആരാ ശുശ്രൂഷിക്കുന്നതല്ല. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, സംഭവിച്ചു പോയ തെറ്റുകളെ കുറിച്ചാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തില് അവനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സംഗതി. അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ദിനരാത്രങ്ങളാണ് അവന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധ റമളാൻ. റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം കരിച്ചു കളയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത പാപങ്ങൾ ആകാശഭൂമികൾ നിറയെ ഉണ്ടെങ്കിലും ആ പാപങ്ങൾ അത്രയും കരിച്ചു കളയാനുള്ള ചില പ്രത്യേകമായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ റമളാനിനെ നമ്മുടെ മുമ്പിലേക്ക് അയക്കുന്നത്. നമ്മളോടുള്ള കാരുണ്യം. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഈ റമളാനിനെ സ്വീകരിക്കാൻ നമ്മുടെ കൂടെ ഇല്ല. എന്തുകൊണ്ടാണ് അല്ലാഹു ഒരു വർഷം കൂടി ആയുസ് നമുക്ക് കൂട്ടിത്തന്നത്? നമ്മൾ ഈ ലോകത്ത് ജീവിച്ചത് കൊണ്ട് അല്ലാഹു എന്താ കിട്ടാനുള്ളത്? പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. ഇതാ ഒരവസരം കൂടി, ഒരു റമളാൻ കൂടി, 30 ദിനരാത്രങ്ങൾ കൂടി നീ ഉപയോഗിച്ചാൽ, വേണ്ട രൂപത്തിൽ വിനിയോഗിച്ചാൽ, നീ ഇന്നോളം ചെയ്ത നിന്റെ സകല പാപങ്ങളും പുറത്ത് സംശുദ്ധനായി, നരകത്തിൽ നിന്നും മോചിതനായി, സ്വർഗാവകാശികളായി ഞാൻ നിന്നെ മാറ്റിത്തരാമെന്ന അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ് ഓരോ റമളാനും. അതുകൊണ്ടാണ് സത്യവിശ്വാസിയായ, ഈമാനുള്ള, പരലോകബോധമുള്ള, സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെടുന്ന ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായി അവൻ റമളാനിനെ കൊണ്ടു നടന്നതും, ആ റമളാനിനെ അവൻ കാത്തുനിന്നതും, ആ റമളാനിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചതും. അതോടൊപ്പം തന്നെ പേടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാതെ പോകുന്ന ലോകത്തിലെ ദൗർഭാഗ്യവാന്മാരായ മനുഷ്യൻ, അവരെ പറ്റി റസൂൽ പറഞ്ഞത്, ഒരു റമളാൻ മാസം കിട്ടിയിട്ട്, പവിത്രമായ പുണ്യങ്ങൾ നിറഞ്ഞ പാപമോചനത്തിന്റെ ദിനരാത്രങ്ങൾ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയ 30 ദിനരാത്രങ്ങൾ ഉണ്ടായിട്ട് തൗബ കൊണ്ട് കണ്ണിനെ നനക്കാനോ, പ്രാർത്ഥനകൾ കൊണ്ട് അവന്റെ നാവുകൾ ചലിപ്പിക്കാനോ, പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടങ്ങൾ കൊണ്ട് ഹൃദയങ്ങളെ വിറപ്പിക്കാനോ കഴിയാതെ പോകുന്ന മനുഷ്യനുണ്ടല്ലോ, അവനാണത്രേ ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ, ഭാഗ്യം കെട്ട, നിസ്സാരനായ, നിസ്സഹായനായ മനുഷ്യൻ. ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകുമോ എന്ന ഭയങ്കരമായ പേടിയും നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ജീവിതത്തിൽ എത്ര റമളാനുകൾ കടന്നുപോയി, എത്ര റമളാനിന്റെ ദിനരാത്രങ്ങളിൽ കണ്ണീരോടുകൂടി റബ്ബിനോട് സമർപ്പിക്കുവാൻ, എത്ര റമളാനിന്റെ ദിനരാത്രങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുവാൻ, ഏത് റമളാനിന്റെ ദിനരാത്രങ്ങളാണ് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചോർത്ത് റബ്ബിനോട് നെഞ്ചുരുകി കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണം. ഏറ്റവും നിർഭാഗ്യവാന്മാരായ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. അതിനൊരു പ്രായശ്ചിത്തമായി നമുക്ക് കാത്തിരിക്കാം ഈ വരുന്ന റമളാനിനെ. അല്ലാഹു സുബ്ഹാനഹു തആല എന്തിനാണ് ഇങ്ങനെ ഒരു റമളാനിനെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും ജീവിതത്തെ സംശുദ്ധമാക്കാനും എന്തിനാണ് അല്ലാഹു തആല നമുക്ക് വേണ്ടി തന്നത്? അതറിയുമ്പോഴാണല്ലോ ആ റമളാനിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു. സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ ആയത്താണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 183 183. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു.
അല്ലാഹു തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന മുൻകാലത്തെ എല്ലാ സമൂഹങ്ങൾക്കും അല്ലാഹു തആല നോമ്പ് എന്ന ആരാധനാ കർമ്മം നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ രൂപത്തിലും കോലത്തിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാ ജനപദങ്ങൾക്കും അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം സ്വർഗത്തിലെത്താൻ ഒരു മനുഷ്യനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് സ്വർഗത്തിൽ പോകണം, ആ സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്താണ് പ്രവാചകരെ ചെയ്യേണ്ടത്? എനിക്ക് സ്വർഗത്തിൽ പോകണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം, അലൈക ബിസ്സൗം, നീ നോമ്പ് നോറ്റോ. ലാ ഇദ്ല ലഹു, അതിന് പകരമായിട്ട് വേറൊന്നുമില്ല. സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്, എനിക്ക് സ്വർഗത്തിലെത്തണമെന്ന് ഒരാൾക്ക് കൊതിയുണ്ടെങ്കിൽ, ആ സ്വർഗത്തിലെത്താൻ ഞാൻ എന്തും ചെയ്തോളാമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അലൈക ബിസ്സൗം, നീ നോമ്പ് നോറ്റോ, നിന്റെ ആഗ്രഹം പൂർത്തിയാക്കപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ, പ്രവാചകൻ വീണ്ടും പറയുന്നു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം കേടുപാടുകളില്ലാത്ത ഒരു നോമ്പ് നോൽക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, അവന്റെ മുഖത്തിനെ അള്ളാഹു നരകത്തിൽ നിന്ന് 70 കൊല്ലത്തെ യാത്രാ ദൂരം, ഒരൊറ്റ നോമ്പ്, ഒരു നോമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടാൽ നരകത്തിൽ നിന്നുള്ള അവന്റെ ദൂരം. നോക്കൂ, പ്രവാചകൻ വീണ്ടും പറയുന്നു, അൻ അബീ ഉമാമൽ ബാഹിലി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖംദഖൻ കമാ ബൈനസ് സമാഇ വൽ അർളീന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ഒരു നോമ്പ് ഒരാൾ നോറ്റാൽ അല്ലാഹു തആല അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു കിടങ്ങ് കുഴിക്കുന്ന, ആ കിടങ്ങിന്റെ വീതി എത്രയേറെ ആകാശവും ഭൂമിയും തമ്മിലുള്ള വീതി ഉണ്ടാവുന്ന, അഥവാ നരകത്തിൽ നിന്ന് അത്രമേൽ അവൻ അകറ്റപ്പെടും ഒരു നോമ്പ്. അങ്ങനത്തെ നോമ്പാണ് 30 നോമ്പുകൾ അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കി തരാം. നിങ്ങൾ മാണെങ്കിൽ നോറ്റോളൂ എന്ന് പറഞ്ഞാൽ ഒറ്റയൊന്നും നോൽക്കൂല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നോമ്പ് നമുക്ക് നിർബന്ധമാക്കി. നിങ്ങൾ നോറ്റോളണം, ഒരു നിർവാഹമല്ല, നിങ്ങൾ നോറ്റുകൊള്ളണം. 30 ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണം. എന്തിനാണ് നോമ്പ് നോൽക്കണത് അറിയോ? എന്തിനാ നോമ്പ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. തഖ്വ, ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും നിർബന്ധമായ ഒന്നാമത്തെ ഘടകം തഖ്വയാണ്. തഖ്വയില്ലാത്ത ഒരാളും ഈ ലോകത്ത് രക്ഷപ്പെടില്ല. സ്വർഗം അത് മുത്തഖികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അല്ലാഹു പറഞ്ഞേ. മുത്തഖി അല്ലാത്ത ഒരാൾ, ആരാ മുത്തഖി? തഖ്വയുള്ളവനായ ഒരാളല്ലാതെ ഒരാള് പോലും ആ സ്വർഗത്തിന്റെ വാതിൽ കടക്കൂല. സ്വർഗത്തിലെത്തണോ മുത്തഖിയാവണം. എന്താണ് തഖ്വ? തഖ്വയെ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ലളിതമായി പറഞ്ഞാൽ തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മളോട് നിർബന്ധമായിട്ടും കൽപ്പിച്ച ഒരു കർമ്മവും വിട്ടുപോകാതിരിക്കാൻ കാണിക്കുന്ന സൂക്ഷ്മത. അതോടൊപ്പം തന്നെ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത. ഈ രണ്ട് സൂക്ഷ്മതയും കൂടി ചേരുമ്പോഴാണ് അതാണ് തഖ്വ. ഒന്ന്, സ്വർഗം നഷ്ടപ്പെടാതിരിക്കാനുള്ള സൂക്ഷ്മത. രണ്ട്, നരകത്തിൽ വീണു പോകാതിരിക്കാനുള്ള സൂക്ഷ്മത. ഒരു ഇടുങ്ങിയ വെളിച്ചമില്ലാത്ത വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരികയാണ്. ആകെ ഓട്ടയും ഒക്കെ എന്താ പറയാ, ആകെ ദ്വാരങ്ങളും ഒക്കെ ഉള്ള, കല്ലും കൂമ്പാരങ്ങളൊക്കെ ഉള്ള ഒരു ഇടവഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരിക. കാര്യമായിട്ട് വെളിച്ചൊന്നുമില്ല. അപ്പോഴാണ് ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരു പാമ്പുണ്ടായിരുന്നു, ഇന്നലെ ഒരാളെ കടിച്ചിട്ടുണ്ട്, അയാൾ മരിച്ചു, കഴിഞ്ഞ ആഴ്ച ഒരാൾ പാമ്പ് കടിച്ച് മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ വഴി കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മുടെ നടത്തം എങ്ങനെയൊക്കെ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു നോക്കി, ഒരു ചെറിയ കയറിന്റെ കഷ്ണം കണ്ടാൽ പോലും അത് ശരിക്ക് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് കാല് മുന്നോട്ട് വെക്കൂ. ആ വഴി മുറിച്ചു കിടക്കുമ്പോഴേക്ക് നമ്മുടെ കിതപ്പ് കൂടും, നമ്മൾ വേർത്തിട്ടുണ്ടാവും, നമ്മൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാവും. എന്തേ കാരണം? ഒരപകടം വന്നു പറ്റുമോ എന്ന പേടിയിലുള്ള സഞ്ചാരമാണിത്, സൂക്ഷിച്ചുള്ള സഞ്ചാരം.
രണ്ടാമത്തെ ഒരു സൂക്ഷ്മത കൂടിയുണ്ട്. ഒരു പാത്രത്തിൽ നിറയെ, പാത്രത്തിന്റെ വക്കോളം വെളിച്ചെണ്ണ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ആ പാത്രം ഒരു 20 അടി അപ്പുറത്തേക്ക് വെക്കാൻ പറഞ്ഞാൽ ആ വെളിച്ചെണ്ണ ചിന്താതെ നമ്മൾ നടക്കുന്ന ഒരു നടത്തണ്ടില്ലേ, ഇളകാതെ ഭൂമി പോലും അറിയാതെയുള്ള ഒരു നടത്തം, അതും ഒരു സൂക്ഷ്മതയാണ്. നമ്മുടെ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള സൂക്ഷ്മത. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ചു വീണത് സ്വർഗാവകാശികളായിട്ടാ. നിങ്ങൾക്കറിയോ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ഭൂമിയിൽ പിറന്നു വീണത് അനശ്വരമായ സ്വർഗത്തിന്റെ അവകാശികളായിട്ടാ. പക്ഷേ ജീവിതത്തിലെ വേണ്ടാത്തരങ്ങളാണ് ആ സ്വർഗം നമുക്ക് നഷ്ടപ്പെടുത്തി നരകത്തിന്റെ അടിത്തട്ടിലേക്ക് നമ്മളെ കൊണ്ട്. ഈ ലോകത്ത് നമ്മളെ ഒരു ഏർപ്പാടില് ഒരു 10 സെന്റ് ഭൂമി നമുക്ക് നഷ്ടം വന്നാല് നമ്മുടെ സങ്കടം എത്രയാ? നമ്മുടെ ഒരു കച്ചവടത്തിൽ നഷ്ടം വന്നാല് നമ്മുടെ സങ്കടം എത്രയാ? ഒരു കച്ചവടത്തിൽ പൊളിഞ്ഞിട്ട് വീട് വിൽക്കേണ്ടി വന്നാല് നമ്മുടെ സങ്കടം എത്രയാ? കൂട്ടരെ, അനശ്വരമായ സ്വർഗം, ആ സ്വർഗത്തിന്റെ അവകാശികളായിട്ട് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. എന്നിട്ട് വേണ്ടാത്തരം കൊണ്ട്, ആർത്തി കൊണ്ട്, ദുരൂഹത കൊണ്ട്, വെറുപ്പും വിദ്വേഷവും മനസ്സിൽ നിറച്ച്, സാമ്പത്തികമായ വേണ്ടാത്തരം ചെയ്ത്, ശാരീരികമായ വേണ്ടാത്തരം ചെയ്ത് ആ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ അതിന്റെ പേരിൽ ഒരു സങ്കടം നമുക്കില്ലേ? ഒരു വിഷമവും നമുക്കില്ലേ? നമ്മുടെ കണ്ണ് നിറയുന്നില്ലേ? നമ്മുടെ ഹൃദയം വിറക്കുന്നില്ലേ? നമ്മുടെ ചുണ്ടുകൾ പതറുന്നില്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ ഈമാനിൽ നമ്മൾ സംശയിക്കണം. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ഈ റമളാൻ മാസത്തെ തന്നത്, നിങ്ങൾ ആ റമളാൻ മാസത്തിനെ അല്ലാഹു പറഞ്ഞ കോലത്തിൽ കൊണ്ടു നടക്കി. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറുന്ന അല്ലാഹു പറഞ്ഞേ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു പറഞ്ഞതൊക്കെ ചെയ്ത്, അല്ലാഹു പറഞ്ഞത് പറയാത്തത്, അല്ലാഹു നിരോധിച്ചത് ഒഴിവാക്കി നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷ്മതയുടെ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഈ റമളാൻ നിങ്ങളെ സഹായിക്കും. ആധുനിക മനഃശാസ്ത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം 3 വീക്ക് 21 ദിവസം അല്ലെങ്കിൽ 23 ദിവസം ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ, ഇപ്പൊ രാവിലെ നടക്കണം, നല്ല മടിയാണ്, നിങ്ങൾ 21 ദിവസം ഒരു ദിവസം വിട്ടുകളയാതെ വാശിയോടുകൂടി 21 ദിവസം നിങ്ങൾ നടന്നാൽ ആ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. പിന്നെ നിങ്ങൾക്ക് മടുപ്പുണ്ടാവില്ല. ഇപ്പൊ പുകവലിക്കാത്ത ഒരാൾ പുകവലി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? 21 ദിവസം പുകവലിക്കുകയില്ല എന്ന് തീരുമാനിച്ച് നിങ്ങൾ പുകവലിക്കാതെ ഇരിക്കുക. ആ പുകവലിക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്ന 3 വീക്ക് 21. ഇവിടെ അല്ലാഹു ഒരാഴ്ച കൂടി കൂട്ടിയിരിക്കുന്നത് 30 ദിവസം. ആ 30 ദിവസം അല്ലാഹു തആല പറഞ്ഞതുപോലെ വിശന്നിട്ടും ഭക്ഷണം വീട്ടിലുണ്ടായിട്ടും അല്ലാഹു തിന്നരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഹലാലായ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം തിന്നാതിരിക്കുന്ന ഒരാൾക്ക് പിന്നെ എങ്ങനെ ഹറാമായ കള്ളു കുടിക്കാൻ തോന്നും? എങ്ങനെ ഹറാമായ പന്നി മാംസം കഴിക്കാൻ തോന്നും? അല്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങളും അല്ലാഹു തആല അരുത്, അത് നിങ്ങൾ ചെയ്യരുത്. ഇതൊരു പ്രായോഗിക പരിശീലനത്തിന്റെ കാലയളവാണ് 30 നാൾ. ആ 30 നാൾ നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പന മുറുകെ പിടിച്ച് എന്ത് വന്നാലും ശരി ഞാനത് വിടൂല എന്ന് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിച്ചാൽ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരും. നല്ല ചൂടുള്ള സമയത്ത് പള്ളിയിൽ ഒളു എടുക്കുകയാണ്, നല്ല ചൂടുണ്ട്, തൊണ്ട വരണ്ടിട്ടുണ്ട്, ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ 1 ലിറ്റർ വെള്ളം കുടിക്കാനുള്ള പൂതിയുണ്ട്. അങ്ങനെ നമ്മൾ ടാപ്പ് തുറന്നിട്ട് നമ്മൾ ഒളു എടുക്കുകയാണ്, കയ്യിലേക്ക് ഇങ്ങനെ വെള്ളം വന്നപ്പോ തണുത്ത വെള്ളം കൈ കഴുകി, പിന്നെ ആ വെള്ളം ഒഴിക്കേണ്ടത് വായിലേക്കാണ്. ഒരിറക്ക് നമ്മൾ ഇറക്കിയാൽ ആരാണ് അറിയാം? ഒരിറക്ക് വെള്ളം നമ്മൾ ഇറക്കിയാൽ ആരാണ് അറിയാം? ആരും അറിയില്ല, ആരും പിടിച്ചു വെക്കൂല, ആരും പരിശോധിക്കൂല. എന്നിട്ട് നമ്മൾ വെള്ളം ഇറക്കിയില്ലല്ലോ, ഒന്നുകൊടുത്തപ്പോ ഇറക്കിയില്ല. അഥവാ ഒരു തുള്ളി വെള്ളമെങ്ങാനും താഴേക്ക് പോയി എന്ന് തോന്നിയാൽ എത്ര വട്ടം നമ്മൾ പുറത്തേക്ക് തുപ്പിക്കളയൂലേ? എന്താ കാരണം? അതിന് പറയുന്ന പേരാണ് തഖ്വ. ആരും അറിയുന്നില്ലെങ്കിലും അല്ലാഹു അറിയുമല്ലോ, അതുകൊണ്ട് ആ വെള്ളം ഇറങ്ങാൻ പാടില്ല. റമളാനിന്റെ തീഷ്ണമായ ചൂടുള്ള പകലുകളിൽ അടുക്കളകളിൽ പണിയെടുക്കുന്ന നമ്മുടെ സഹോദരിമാര് നല്ല തണുത്ത നാരങ്ങ വെള്ളം ഉണ്ടാക്കി മധുരം നോക്കാൻ വേണ്ടി നാവിലിട്ടിട്ട് എത്ര പ്രാവശ്യം അവർ പുറത്തേക്ക് തുപ്പും. ഒരിറക്ക് കുടിച്ചാൽ ആരാ അറിയാം? ഒരു ഗ്ലാസ് കുടിച്ചാൽ ആരും അറിയില്ലല്ലോ. എന്തേ കുടിക്കാഞ്ഞത്? അതിന് പറയുന്ന പേര്, ആ വികാരത്തിന് പറയുന്ന പേരാണ് തഖ്വ. ആ തഖ്വ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവാനാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമായ ഒരു മാസം അല്ലാഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ചത് എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു. രണ്ടാമത്തേത് ക്ഷമ ഉണ്ടാവാൻ വേണ്ടിയാണ്. ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഏത് തെറ്റിലേക്കും നമ്മൾ പോവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്ഷമയില്ലായ്മയാണ്. തെറ്റുകൾക്ക് മുമ്പിൽ അതെനിക്ക് വേണ്ട, എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തി ക്ഷമയോടുകൂടി ആ തെറ്റിലേക്ക് പോകാതെ ഞാൻ
ചെയ്യാൻ നിൽക്കും. നന്മ ചെയ്യുവാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ പല ജാതി പ്രചോദനങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായാലും ആ നന്മ വിട്ടുകളയാതെ ആ നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ കഴിവുണ്ടല്ലോ, ക്ഷമിക്കുവാനുള്ള ശേഷി, ആ ശേഷി അത് റമദാനിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നോടൊരാൾ ദേഷ്യപ്പെട്ടാൽ, നിന്നെ ഒരാൾ വഴക്കിന് വന്നാൽ, ഒരാൾ നിന്നെ തെറി പറഞ്ഞാൽ, നോമ്പുകാരനാണെങ്കിൽ എന്താ പറയാ? ഇന്നി സ്വാഇമുൻ, ഈ പോയിക്കോ, നിന്നോട് ഇപ്പൊ ഞാൻ വർത്താനം പറയില്ല, നിന്നോട് ഞാൻ പ്രശ്നം ഉണ്ടാക്കൂല, അടിക്കൂല, കച്ചറക്കില്ല, മറുപടിക്കില്ല. അന സ്വാഇമുൻ. രണ്ടു വട്ടം പറഞ്ഞ റസൂൽ അങ്ങനെ അന സ്വാഇമുൻ. ഒന്ന് അവനോട് പറയാൻ നോക്കിയാ ഞാൻ നോമ്പുകാരനാ, ഇത് പ്രതീക്ഷിച്ച മറുപടി കിട്ടൂല, പോയിക്കോ. രണ്ടാമത്തേത് എന്നോട് സ്വന്തം പറയാ, നോക്ക് നോമ്പാട്ടോ, വെറുതെ വേണ്ടാത്തത് പറയണ്ട, വേണ്ടാത്തത് കളയണ്ട, നീ നോമ്പാണ് എന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അല്ലേ? അപ്പൊ അത്രയും ജീവിതത്തിൽ ക്ഷമ പരിശീലിക്കുവാൻ ഈ നോമ്പ് മനുഷ്യനെ സഹായിക്കും. മൂന്നാമത്തേത് ഹദീസുകളിലൊക്കെ കാണാം, നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് റസൂൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന നോമ്പിന്റെ ഒരു വിശേഷിപ്പിക്കലുണ്ട്. ഷഹ്റുൽ മുവാസാത്ത് എന്നാ പറയാ. ഷഹ്റുൽ മുവാസാത്ത് എന്താ? നിങ്ങൾക്ക് പരസ്പര സഹായത്തിന്റെ മാസമാണത്. വിശക്കുന്നവന്റെയും പ്രയാസപ്പെടുന്നവന്റെയും വേദനകളും പ്രയാസങ്ങളും അറിഞ്ഞ് കൈയഴഞ്ഞ് അവരെ സഹായിക്കുവാൻ നമുക്ക് പ്രചോദനമാകുന്ന റമദാൻ മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന സഹായത്തിന്റെ 100-1 റമദാൻ അല്ലാത്ത കാലത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റാറുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? നിങ്ങൾ റമദാൻ അങ്ങനെ ഒരു മാസമാണ്. എത്ര കൊടുത്താലും മതി വരാത്ത, എത്ര കൊടുത്താലും മനസ്സിന് മടുപ്പില്ലാത്ത, എത്ര കൊടുത്താലും മതി എന്ന് തോന്നാത്ത വല്ലാത്ത ഒരു നന്മയുടെ മാസമാണ് റമദാൻ. അങ്ങനെ ഒരുപാട് നന്മകൾ കൊണ്ട് അള്ളാഹു സമ്പന്നമാക്കിയ ഒരു മാസം. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആ റമദാനിലെ നോമ്പുകൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോറ്റാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. അതേപോലെ റമദാനിന്റെ രാത്രികളിൽ ആരെങ്കിലും നിന്ന് ദീർഘമായി നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള അമൂല്യമായ സമയങ്ങൾ കൊണ്ട് ധന്യമാണ്, സമ്പന്നമാണ് വിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുങ്ങുക, മനസ്സുകൊണ്ട് ഒരുങ്ങുക, ശരീരം കൊണ്ട് ഒരുങ്ങുക, നമ്മുടെ വീടിനെ ഒരുക്കുക. എന്തിനറിയോ? ഭക്ഷണം ഉണ്ടാക്കാനല്ല, നോമ്പുറപ്പിക്കാനല്ല, തക്കാറുണ്ടാക്കാനല്ല. എന്തിനാണ് ഒരുക്കേണ്ടത്? നന്മകൾ സ്വായത്തമാക്കാൻ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പരമാവധി നന്മകളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ഒരുങ്ങി നിൽക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ.